ഭക്തിനിർഭരമായ കാത്തിരിപ്പിന് വിരാമം. ചരിത്രപ്രസിദ്ധമായ അരൂർ വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ ക്ഷേത്രത്തിൽ തിരുവോത്സവത്തിന് ഗന്ധർവസ്വാമിക്ക് പള്ളിക്കാപ്പ് ചാർത്തലോടുകൂടി ആരംഭം കുറിക്കുന്നു. 1201 ആണ്ടിലെ ഈ പുണ്യ മഹോത്സവം 2026 മാർച്ച് 4 മുതൽ 8 വരെ നടക്കുന്നു. 5 നാളുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ: ഗന്ധർവക്കളം, സർപ്പക്കളം, മഹാദീപാരാധന, മറിവിളക്കെഴുന്നള്ളിപ്പ്, പ്രൗഢഗംഭീരമായ 27ഓളം ഗരുഡ വാഹനം എഴുന്നള്ളിപ്പ്, വർണ്ണാഭമായ താലപ്പൊലി, അങ്ങനെ വിശേഷപ്പെട്ട ചടങ്ങുകളാൽ അരൂർ ഭക്തിസാന്ദ്രമാകും. കൂടാതെ മാർച്ച് 15-ന് ഐശ്വര്യദായകമായ 7ാം പൂജയും വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ സ്വാമിയുടെയും ശ്രീ ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹം തേടി നമുക്കൊന്നിക്കാം. ഭക്തിയും കലയും ഒത്തുചേരുന്ന ഈ മഹാമഹത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിലൻ 21-ന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ സംഗമം ഫോർട്ട് കൊച്ചിയിൽ സംഘടിപ്പിച്ചു. പശ്ചിമേഷ്യയെ ശവപ്പുറമാക്കുന്ന അമേരിക്കൻ സയനിസ്റ്റ് ഭീകരതയ്ക്കെതിരെ എന്ന തലക്കെട്ടിൽ മിലൻ 21 പ്രവാസി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചിയിൽ യുദ്ധവിരുദ്ധ റാലിയും പ്രതിഷേധവും സംഘടിപ്പിച്ചു. ഫോർട്ട് കൊച്ചി റോറോ ജെട്ടിക്ക് സമീപം നടന്ന പ്രതിഷേധ പരിപാടി എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ PA പ്രേംബാബു ഉദ്ഘാടനം ചെയ്തു. പ്രവാസി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ഷാജി താനിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഏകതാ പരിഷത്ത് സംസ്ഥാന സമിതി അംഗം മാത്യൂസ് പുതുശ്ശേരി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. TP ആന്റണി, പ്രൊഫസർ ഷെരീഫ് അലി സർ, ഹൈർനിസ വാഹിദ എന്നിവർ സംസാരിച്ചു. കവയത്രി സൈറ റഷീദ് സ്വാഗതവും പ്രവാസി മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി ക്ലീറ്റസ് നന്ദിയും പറഞ്ഞു. തെറ്റാണ്, ഇനിമേലിൽ നമുക്ക് യുദ്ധം വേണ്ട എന്ന് ആ മനുഷ്യ മനസാക്ഷികൾ ഒന്നിച്ചു ചേർന്ന് രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ഐക്യരാഷ്ട്രസംഘം. പ്രിയമുള്ളവരെ, ഇറാനിൽ ആക്രമണം നടക്കുമ്പോൾ, സ്കൂൾ കുട്ടികളുടെ അല്ലെങ്കിൽ സ്കൂളിലേക്ക് ബോംബ് വീഴുമ്പോൾ, നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചു വീണപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ അധ്യക്ഷ പറഞ്ഞത്, ഞങ്ങൾ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.